എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ പരിചയപ്പെടാം ഈ വചനത്തിലൂടെ. യോഹന്നാൻ 5:12. അവർ അവനോട്, കിടക്കയെടുത്ത് നടക്ക എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആർ എന്ന് ചോദിച്ചു. ഈ വാക്യം ബെഥസ്ദാ കുളത്തിൽ 38 വർഷമായി അസാധുവായ ഒരു മനുഷ്യനെ യേശു സുഖപ്പെടുത്തിയതിൻ്റെ വിവരണമാണ്. ശബ്ബത്തിൽ അവനെ സുഖപ്പെടുത്തിയ ശേഷം കിടക്കയെടുത്ത് നടക്കാൻ യേശു അവനോട് നിർദ്ദേശിച്ചു. ഈ നടപടി വിവാദത്തിലേക്ക് നയിച്ചു. കാരണം നിയമത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ലംഘിച്ച് യേശു ശബ്ബത്തിൽ ഈ രോഗശാന്തി നടത്തിയതിൽ മതനേതാക്കൾ അസ്വസ്ഥരായിരുന്നു. ശബ്ബത്തിൽ കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞവൻ ആരായിരുന്നുവെന്ന് യഹൂദന്മാർ അറിയുവാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് അവനെ കാണിച്ചു കൊടുക്കണമെന്നായി. ശബ്ബത്ത് ലംഘിക്കുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് മോശയുടെ ന്യായപ്രമാണം അനുശാസിക്കുന്നുണ്ട്. ഒരു പക്ഷപാത രോഗിക്ക് സൗഖ്യം വന്നതിൽ യഹൂദന്മാർക്ക് അത്ര കണ്ട് താല്പര്യമൊന്നും ഉണ്ടായില്ല. ആരാണ് മനുഷ്യനെ സുഖപ്പെടുത്തിയതെന്ന അന്വേഷണം അത്ഭുതത്തെക്കുറിച്ചുള്ള അവരുടെ നിയമങ്ങളിൽ ഉത്കണ്ഠയെ പ്രതിഫലിപ്പിക്കുന്നു. നടന്ന അനുകമ്പയുടെ പ്രവർത്തനത്തെക്കാൾ അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് നിയമലംഘനത്തിലാണ്. ഇത് യേശുവും അക്കാലത്തെ മത അധികാരികളും തമ്മിലുള്ള സംഘർഷത്തെ ഉയർത്തിക്കാട്ടുന്നു. യേശുവിൻ്റെ രോഗശാന്തി ശബ്ബത്ത് നിയമത്തിൻ്റെ കർക്കശമായ വ്യാഖ്യാനങ്ങളെ വെല്ലുവിളിക്കുന്നു. അനുകമ്പയും കാരുണ്യവും പരമപ്രധാനമാണെന്ന തത്വം ഇത് വ്യക്തമാക്കുന്നു. യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ചോദ്യം നേതാക്കൾ അവൻ്റെ അധികാരത്തെ തുരക്കുവാനും അവൻ്റെ പ്രവർത്തനങ്ങളെ വെല്ലുവിളിക്കാനും ശ്രമിക്കുന്നു. അവൻ്റെ ദൗത്യത്തെ കുറിച്ചുള്ള അവരുടെ തെറ്റിദ്ധാരണയെ പ്രതിഫലിപ്പിക്കുന്നു. നിയമങ്ങൾ കർക്കശമായി പാലിക്കുന്നതിനേക്കാൾ അനുകമ്പയ്ക്ക് മുൻഗണന നൽകുകയും നമ്മുടെ പ്രവൃത്തികൾക്ക് പിന്നിലെ ഹൃദയത്തെ പരിഗണിക്കുകയും വേണം. മതനേതാക്കളെ പോലെ നിയമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എളുപ്പമാണ്. എന്നാൽ സ്നേഹവും കാരുണ്യവും പ്രോത്സാഹിപ്പിക്കുന്ന നിയമത്തിൻ്റെ ആത്മാവ് മനസ്സിലാക്കാൻ നാം ശ്രമിക്കണം. യേശുവിനെ കുറിച്ചുള്ള അന്വേഷണം വിശ്വാസത്തെക്കുറിച്ചുള്ള നമ്മുടെ സ്വന്തം ധാരണയെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. സ്നേഹപിതാവേ, ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അനുകമ്പയോടെ നമ്മുടെ വിശ്വാസങ്ങളെ എങ്ങനെ സന്തുലിതമാക്കുന്നു എന്നതിനെക്കുറിച്ച് ആഴമായി ചിന്തിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.